ഹലോ. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണോ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം തന്നെ ഇല്ല അല്ലേ? കാരണം എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് 90% ആൾക്കാരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. ഞാനും അത്യാവശ്യം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഒരിക്കലും ഓൺലൈൻ ഷോപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് തന്നെയാണ്. കാരണം നമുക്ക് എന്തും തൊട്ടറിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കി വാങ്ങാം. മാത്രമല്ല ഇപ്പം എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ള ചെറിയ ചെറിയ കടക്കാർക്ക് വലിയ ലോസ് മാത്രമാണ്. പിന്നെ അത്യാവശ്യമുള്ള പ്രൊഡക്റ്റൊക്കെ ഓൺലൈൻ വഴി വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് വീഡിയോ നീട്ടാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിവ്യൂഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റ് പേയ്മെന്റ് മെത്തേഡാണ്. നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് മെത്തേഡ് COD കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതായത് ക്യാഷ് ഓൺ ഡെലിവറി. കാരണം ഒരുപാട് ആൾക്കാർ പേയ്മെന്റ് മുൻകൂട്ടി പേ ചെയ്തിട്ടും പ്രൊഡക്റ്റ് കിട്ടാതെയും അതുപോലെ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് കയ്യിൽ കിട്ടിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് മെത്തേഡ് COD കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് മാത്രം വാങ്ങുക. അതായത് നിങ്ങളിപ്പോൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആമസോണിൽ പല പ്രൊഡക്റ്റിൻ്റെ താഴെയും പ്രൈം എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ പ്രൈം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ ചെയ്തിട്ടുള്ള, അതായത് നല്ല സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു പ്രൈം പ്രൊഡക്റ്റിൽ വരുന്നത്. ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ അഷ്യൂർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതും സെയിം പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് അഷ്യൂർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായി, പക്ഷേങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ് എങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നുകൂടി സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർഡർ ആക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്നതാണെങ്കിലും അതിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ സ്റ്റാർ റേറ്റ് ഫീഡ്ബാക്ക് ഒക്കെ നല്ലപോലെ നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ആക്കുക. ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ മെറ്റീരിയലൊക്കെ നല്ലപോലെ നോക്കുക. അതുപോലെ തന്നെ സ്റ്റാർ റേറ്റ് എന്തായാലും നോക്കുക. 4.6 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്നത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ സ്റ്റാർ വാല്യൂ മാത്രം നോക്കരുത്, റിവ്യൂ കൂടി നോക്കുക. ഒരു 5 ആളൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു 1000 എബോവിലുള്ള ആൾക്കാരൊക്കെ നല്ലപോലെ റിവ്യൂ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ക്ലോത്ത് ഒക്കെയാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് ചുരിദാർ ടോപ്പൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്തായാലും സൂം ചെയ്ത് നോക്കുക. അത് തിന്നായ പ്രൊഡക്റ്റ് ആണെങ്കിൽ ക്ലോത്തിന്റെ ഷേഡോ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഷേഡോ നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. തിന്നായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ വേഗം പിന്നി അതുപോലെ തന്നെ കീറിയിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോത്തൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നിങ്ങളൊരു പ്രൊഡക്റ്റ് ഓർഡർ ആക്കി ഡെലിവറി പോയി നിങ്ങളുടെ കയ്യിൽ തന്ന ഉടനെ തന്നെ നിങ്ങൾ അത് അൺബോക്സിങ് ചെയ്ത് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഡാമേജ്ഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, മിസ്സിംഗ് ആണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ആക്കാം. ഇനി ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ പേയ്മെന്റ് മെത്തേഡ് കൊടുക്കുന്ന സമയത്ത് ഒരു 150 പ്രൊഡക്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ അത് ഓർഡർ ആക്കുമ്പോൾ അതിൻ്റെ ഡെലിവറി ചാർജ് 100 രൂപ അതിൻ്റെ കൂടെ ആഡ് ആവും. അതിൻ്റെ കൂടെ ഒരു 1000 എബോ പ്രൈസ് വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ മൈ ഓർഡേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എവിടെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം.